ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവും UDFന്റെ ബദൽ വികസന നയവും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്നും BJPയുമായും CPMുമായും ഒരിടത്തും UDF കൂട്ടുചേരില്ലെന്നും VD സതീശൻ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. ഞാൻ അതല്ലേ പറഞ്ഞത്, ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരായി ഒരു നടപടി പോലും എടുത്തിട്ടില്ല. മോഷണ കേസിലെ പ്രതികളാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യണം പാർട്ടി CPM. അതായത് പേടിച്ചിട്ടാണ്. അവർക്കെതിരായി നടപടി എടുത്താൽ അവര് ഇനിയും അറിയപ്പെടുന്ന CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുന്നതാണ്. ആദ്യം അവര് പറഞ്ഞത് ഏതോ ഒരു പോറ്റി ചെയ്താണെന്നാണ്. അന്ന് പ്രതിപക്ഷം പറഞ്ഞ എന്താ, ഏതോ ഒരു പോറ്റി ചെയ്തതല്ല, CPM നേതൃത്വത്തിന്, ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്, മന്ത്രിമാർക്ക് എല്ലാം ഇതിൽ പങ്കുണ്ട് എന്നാ പ്രതിപക്ഷം പറഞ്ഞു. പിന്നെ കോടതി പറഞ്ഞല്ലോ, ഇത് അറിഞ്ഞിട്ട് അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ടും വീണ്ടും എന്താ ചെയ്ത്, അത് ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കക്കാൻ ഇറങ്ങിയതല്ലേ. വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെടുത്ത് കൊടുത്തുവിട്ട് ഇല്ലേ, അതല്ലേ കോടതി ചോദിച്ചത്. LDF സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കുറ്റപത്രത്തിനൊപ്പം തന്നെ ബദൽ വികസന നയവും ജനങ്ങൾക്ക് മുമ്പാകെ വയ്ക്കുന്നുണ്ട്. ജനങ്ങൾ സർക്കാരിനെതിരാണ്. കഴിഞ്ഞ നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDF മേൽക്കൈ നേടി. ഇതെല്ലാം UDFന് അനുകൂലമാണെന്ന് VD സതീശൻ പറഞ്ഞു. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന പ്രതിപക്ഷവാദം ശരിയായി. ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനായി വിദഗ്ധരായ 300 ഡോക്ടർമാരെ ചർച്ച നടത്തി മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കും. കേരളത്തെ സീറോ വേസ്റ്റ് ആക്കുകയാണ് ലക്ഷ്യം. കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതികൾ തുടങ്ങിയവയെല്ലാം സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീനേഷ്, പ്രസിഡന്റ് നോബൽ ജോസ് എന്നിവർ പങ്കെടുത്തു. പ്രസ് ക്ലബിന്റെ മീഡിയ ഡയറക്ടറി പ്രകാശനവും VD സതീശൻ നിർവഹിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങും.